ഈ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി ഒരു മട്ടൻ്റെ പീസ് ഇതിൽ നിന്നെടുത്ത് നല്ല ചൂടാണ്. ആഹാ നല്ല നാവിലലിയുന്ന അപ്പം അതിൻ്റെ കൂടെ ജ്യൂസി മട്ടൺ സ്റ്റൂവും ഒരു രക്ഷയില്ലാത്ത സൂപ്പറാണ്. ഹായ്, ഇന്ന് ഡിസംബർ 1. ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്രിസ്മസ് ടൈം. സോ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ്. പിന്നെ ഇറ്റ്സ് ഇൻ വിൻ്റർ. ഇപ്പോൾ നമുക്കൊരു ചെറിയ തണുത്ത കാറ്റും എല്ലാ വീടുകളിലും ലൈറ്റ്സും പിന്നെ അങ്ങനെ മൊത്തം ഒരു ഫെസ്റ്റിവൽ മോഡാണ് ഡിസംബർ 1 തൊട്ട് ഡിസംബർ 25 വരെ. അപ്പോൾ എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും നമുക്ക് ഈ ലൈറ്റ്സും എന്താ പറയുക സ്റ്റാർസും അത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഒരു മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. അപ്പം നമ്മൾ ഇന്ന് തൊട്ട് നെക്സ്റ്റ് 25 ഡേയ്സിലേക്ക് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് മെനു സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളുടെ ജേർണി വിത്ത് ലയാസ് കിച്ചൻ സ്റ്റാർട്ട്സ് ടുഡേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല അടിപൊളി മട്ടൺ സ്റ്റൂവും നല്ല പാലപ്പവും, വെള്ളയപ്പം എന്ന് ചിലവർ പറയും, പാലപ്പം എന്ന് പറയും. അപ്പോൾ നല്ലൊരു അടിപൊളി മട്ടൺ സ്റ്റൂവും പാലപ്പവും നമുക്ക് ഉണ്ടാക്കിയാലോ? ഓക്കെ. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ മട്ടൺ ഉണ്ട്. നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഏലക്കയും കുറച്ച് പട്ട, ഇത്രയും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൂട്ടിത്തരുമ്പോൾ. ഇത്രയും മാത്രം മതി കേട്ടോ. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കൂട്ടിത്തരുമ്പോൾ. എന്നിട്ട് നമുക്കിതിനൊരു കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഈ മട്ടണിൽ നിന്ന് ഇതിൻ്റെ വെള്ളം തന്നെ വന്നോളും. അപ്പോൾ വെള്ളം വരുന്ന വരെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കുക്കർ അടച്ച് വെക്കാം കേട്ടോ. മട്ടൺ സത്യം പറഞ്ഞാൽ ഒരു ഇളപ്പമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവും. ഒരു 4-5 വിസിലൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് പാൻ വെച്ചിട്ട് ഈ മട്ടൺ വേവണ നേരം കൊണ്ട് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിത് നെയ്യിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, ഏറ്റവും ടേസ്റ്റ്. പക്ഷെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലും കുക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 4 എന്താ പറയുക ഏലക്കയും 3 കഷ്ണം സിനമൺ സ്റ്റിക്ക് കറുവപ്പട്ടയും 3 കഷ്ണം തന്നെ കരയാമ്പൂ ഇടാം, ക്ലോവ്സ് അതും കൂടെ ഇടാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഞാനൊരു സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്. എന്നിട്ട് ഇത് ഇട്ട ഉടനെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മട്ടണ് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ സവോള വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാതെ. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു സ്പൂൺ കുരുമുളകും ഒരു നുള്ള് ഗരം മസാല ഇട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില എന്തെന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇങ്ങനെ പുഴുങ്ങി വേറൊരു പാത്രത്തിൽ പുഴുങ്ങിയിട്ട് ഇതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ വെച്ച മട്ടൺ, അതായത് നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ മട്ടൺ ഇതിലേക്ക് ചേർക്കുക. മട്ടൺ അതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ അസാധ്യ സ്മെല്ലാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഈ സ്റ്റേജിൽ നമുക്കിതിനകത്തോട്ട് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാതെ. ഗ്രീൻ പീസ് ഞാൻ ലാസ്റ്റ് ചേർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ കേരള കോക്കനട്ടിൻ്റെ കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ചെറുതായിട്ടൊരു തള വന്നാൽ മതി കേട്ടോ, ഭയങ്കരമായിട്ട് തിളയ്ക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാണ്ടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാതെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ആവും. അതും കൂടെ ചെയ്യാവേ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നെയ്യ് ഒഴിക്കാം കേട്ടോ. ഈ നെയ്യ് മെൽറ്റായി വരുമ്പോൾ കാഷ്യൂവും കുറച്ച് റൈസിൻസ്, അതായത് നമ്മുടെ കിസ്മിസ് എന്ന് പറയും, ഉണങ്ങിയ മുന്തിരി എന്ന് പറയും. പെട്ടെന്ന് ആവും കേട്ടോ, കാരണം നെയ്യ് വെളിച്ചെണ്ണേനേക്കാളും കൂടുതൽ ഇതാവുന്ന കാര്യം. അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഈ സാധനം ഇടാം കേട്ടോ. ആഹാ എന്താ സ്മെല്ല്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പം റെഡിയാക്കിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാവേ. അപ്പോൾ ഞാനിത് ഇങ്ങനെ മൂടി വയ്ക്കുകയാണേ. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ പാത്രം വയ്ക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. എന്താ സോഫ്റ്റ് അടിപൊളി അപ്പം, കാണാൻ തന്നെ എന്താ ഭംഗി. ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് സ്റ്റൂ ഒഴിച്ചിട്ട് നമുക്ക് കഴിച്ചാലോ. അപ്പോൾ നമുക്ക്
നമ്മുടെ അപ്പവും മട്ടൺ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. ആ ആവി പറക്കുന്ന മട്ടൺ സ്റ്റൂവ് നമ്മളുടെ അപ്പത്തിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്ന് ഒരു അപ്പത്തിൻ്റെ പീസ് അങ്ങ് എടുത്ത് ഈ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി ഒരു മട്ടൻ്റെ പീസ് ഇതിൽ നിന്നെടുത്ത് നല്ല ചൂടാണേ. നല്ല നാവിലലിയുന്ന അപ്പം അതിൻ്റെ കൂടെ ജ്യൂസി മട്ടൺ സ്റ്റൂവും ഒരു രക്ഷയില്ലാത്ത സൂപ്പറാണ്. അപ്പം നിങ്ങളിപ്പോൾ തന്നെ ഇത് സേവ് ലിസ്റ്റിൽ വെക്കുക നിങ്ങളുടെ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് മെനു ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം നിങ്ങളുടെ ഡിയർ വൺസിന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വാല്യുബിൾ കമൻറ്റ്സ് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ക്രിസ്മസ് ആണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഡെഫിനറ്റ്ലി ആസ് യൂഷ്വൽ. ദെൻ വാട്ട് ടു ഡു? നാളെ ഞാനൊരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കീപ് വെയിറ്റിംഗ്. അൺടിൽ ദെൻ ബൈ.